जय जय बीजेपी, जय जय बीजेपी। ഫ്ലാഷ് ചെയ്തെല്ലാവരും അല്ലട്ടാ ഫ്രെയിം താക്കല്ലട്ട കുറച്ച് താത്തെടുക്ക അല്ലട്ടാ കുറച്ച് ബാക്ക് വലിക്കാം അല്ലേട്ടാ ബാക്ക് വലിച്ചെടുക്കല്ലോ അൽജി ഫ്രൈമില് ചേട്ടാ നിങ്ങൾ എടുക്കില്ല ആ ക്യാമറ താക്ക് അകത്ത് കയറി എടുക്കുന്നത് അതിന്റെ വിളക്കിനകത്ത് പുറത്തോട്ടിറങ്ങി ആ ക്യാമറ മാറ്റി പാർലമെന്റിലെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി, മോദിജിയുടെ ഗ്യാരണ്ടിയായി ഈ മോദിജിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വികസനത്തിൻ്റെ നായകനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി, ഇതിനകം ഈ തിരുവനന്തപുരത്തിൻ്റെ ജനമനസ്സുകളിൽ കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ ഞാൻ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഘടകകക്ഷി നേതാക്കന്മാർ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ശ്രീ സുരേന്ദ്രട്ടൻ, മറ്റെല്ലാവരെയും, ശ്രീ ശിവസേന നേതാവ് ശ്രീ ഹരി, മറ്റെല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം പറയുന്നു. കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും കോട്ടകളിൽ നിന്നും നിരവധി പ്രവർത്തകരുടെ ഒഴുക്കായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് ഈ ഓഫീസ് ഉദ്ഘാടനത്തിന്റെ വാർത്തയും അതോടൊപ്പം തന്നെ പുതിയ നേതൃത്വത്തിലേക്ക് പുതിയവർ കടന്നു വരുന്നതിന്റെ വാർത്തയും ഒക്കെ കൊടുത്തതിന് ശേഷം ഉച്ച കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ തിരുവനന്തപുരത്ത് നിന്നും ജയിപ്പിച്ച് നരേന്ദ്രമോദി ഗവൺമെന്റിന് ശക്തി പകരുവാനുള്ള വളരെ വലിയൊരു മുന്നേറ്റം കൂടി നടക്കുകയാണ്. ഒരു 4-5 മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ അതിന്റെ വാർത്ത കൂടി നിങ്ങൾക്ക് തരാമെന്നുള്ള സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഈ പരിപാടിയിൽ നമ്മുടെ നിരവധി നേതാക്കന്മാരുണ്ട്, നിരവധി പേർ പാർട്ടിയിൽ ചേരാൻ വേണ്ടി പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയുന്നു, അടുത്ത കൺവെൻഷനിലും മറ്റ് പൊതുയോഗങ്ങളിലും തിരുവനന്തപുരത്തെ നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യവും നയവും ഒക്കെ തന്നെ വ്യക്തമാക്കാം. ഒരു കാര്യം ഞാൻ പറയുന്നു, 15 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു പോയ ഒരബദ്ധം, 15 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തിന് സംഭവിച്ചു പോയ ഒരബദ്ധം, ആ അബദ്ധം തിരുത്തുവാൻ വേണ്ടി തിരുവനന്തപുരത്തെ ജനങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ എംപിയോട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യണം, നരേന്ദ്രമോദിക്ക് കരുത്തു പകരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹത്തോട് ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂവിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, 2024 ഏറ്റവും മികച്ച പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചപ്പോൾ ശശി തരൂർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു അത് നരേന്ദ്രമോദി തന്നെയാണെന്ന്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരനല്ലേ പിന്തുണയ്ക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നരേന്ദ്രമോദിയല്ലേ പിന്തുണയ്ക്കേണ്ടത്? ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ വരാൻ പോകുന്ന നിമിഷങ്ങളിൽ ഓരോരോ ചോദ്യങ്ങൾ UDF നേതൃത്വത്തിലും തിരുവനന്തപുരത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലും പടർന്നുകൊണ്ടേയിരിക്കും. ഗ്യാരണ്ടിയാണ് ഇനി കേരളം അങ്ങോട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളാണെന്ന് എതിരാളികൾ പോലും സമ്മതിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യ എതിരാളി BJP ഫീൽഡ് ചെയ്തിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളാണെന്നുള്ള സമ്മതം നൽകിയിരിക്കുന്നത്. പരാജയം മണക്കുകയാണ് അവർ. ഇതാദ്യമായിട്ടാണ്
ഒരു മണ്ഡലത്തിൽ BJP നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി സിറ്റിംഗ് MP അവർ മാറ്റിയിരിക്കുന്നത്. ഈ രണ്ട് ലക്ഷണങ്ങളും ചെറിയ ലക്ഷണങ്ങളല്ല. ഒന്ന്, സിറ്റിംഗ് MP മാറ്റി വേറെ ആളെ കൊണ്ടുവരുന്നു. BJP ജയിക്കുമെന്നുള്ളത് തടയാൻ സാധിക്കില്ല. രണ്ടാമത്തത്, പ്രധാന മുന്നണിയുടെ ആള് പറയാണ്, ഭരിക്കുന്ന മുന്നണിയുടെ കൺവീനർ പറയാണ് BJP ആണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. ഇത് ജനങ്ങൾ അംഗീകരിച്ച സ്ഥാനാർത്ഥികളാണ്, കഴിവ് തെളിയിച്ചവരാണ്. രാജ്യസഭാ അംഗമായിരുന്നിട്ടും 15 വർഷം 18 വർഷം രാജ്യസഭാ അംഗമായിട്ടും ലോക്സഭയിൽ പ്രതിനിധീകരിക്കാതിരുന്നിട്ടും തനിക്ക് കിട്ടിയ വകുപ്പ് ചെറുപ്പക്കാർക്ക് വേണ്ടി, നാടിനു വേണ്ടി ഫലപ്രദമായി വിനിയോഗിച്ച് ട്രസ്റ്റഡ് ആൻഡ് ടെസ്റ്റഡ് ലീഡർഷിപ്പാണ്. പരീക്ഷിച്ച് വിശ്വാസ്യത നേടിയ നേതൃത്വമാണ് എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് മോദിയുടെ തെരഞ്ഞെടുപ്പാണ്, NDAയുടെ തെരഞ്ഞെടുപ്പാണ്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിജയത്തിന്റെ തെരഞ്ഞെടുപ്പായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദഗതി ചിന്താഗതികളൊക്കെ മറന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ചില ആളുകൾ കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതിയുടെ മറവിൽ കുളം കലക്കി മീൻ പിടിക്കാമെന്നുള്ള ധാരണയിൽ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ ഭയാശങ്കയിലാക്കി വോട്ട് പിടിക്കാമെന്നാണ് അവർ ധരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അത് കേരളത്തിൽ ഇനി നടപ്പില്ല. CAയുടെ പേരിൽ ഒരാളും കേരളത്തിൽ തെരുവിൽ ഇറങ്ങാൻ പോകുന്നില്ല. ഈ CPMന്റെയും കോൺഗ്രസിന്റെയും അണികളല്ലാതെ സാമാന്യ മുസ്ലിം സഹോദരിമാരാരും ഈ നാടിനെ സ്നേഹിക്കുന്നവരാരും CAയുടെ പേരിൽ തെരുവിലിറങ്ങില്ല. കേരളത്തിന്റെ വികസനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനാണ് ഞങ്ങൾ വോട്ട് തേടുന്നത്. ഒരിക്കൽ കൂടി NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഓഫീസ് ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ഒക്ടോബർ 23 എന്നോട് എൻ്റെ ലീഡർഷിപ്പ് ചോദിച്ചു, ഇങ്ങനെ ലോക്സഭ മത്സരിക്കാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് ഉണ്ട്. ജാനുവരി 24 എന്നോട് ചോദിച്ചു, ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് താങ്കൾക്ക് മത്സരിക്കാൻ ആഗ്രഹം? ഞാൻ അന്ന് പറഞ്ഞത് എല്ലാവരും കൂടെ ഷെയർ ചെയ്തു. ഞാൻ അന്ന് എൻ്റെ പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ എൻ്റെ കേരള നാടിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്കൊരു അഭിമാനമുണ്ടായിരുന്നു. അവരെനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നു. ഞാൻ എല്ലാവരോടും 5 മാർച്ച് മുതൽ ഇന്ന് വരെ എല്ലാ വീട്ടിലും എല്ലാവരോടും ഈ വികസനം, ഈ പുരോഗതിൻ്റെ രാഷ്ട്രീയം, ഈ ഡെവലപ്മെൻറ്റിൻ്റെ പോളിറ്റിക്സിനെ പറ്റി മീറ്റ് ചെയ്യുന്നു, അവരോട് ഷെയർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി അറിയുന്ന ആൾക്കാർക്കെല്ലാം അറിയാം. ഞാനൊരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസിൽ വിശ്വസിക്കുന്ന ആളാണ്, കാൻഡിഡേറ്റ് ആണ്. ഇനി ഇവിടെ കാര്യം നടക്കണം, തിരുവനന്തപുരത്തെ കാര്യം നടപ്പിക്കും, ഇവിടെ വികസനം നടക്കും എന്ന് ഒരു കൺവിക്ഷൻ ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ് ഞാൻ. അത് ഈ ഇനോഗ്രേഷൻ്റെ ടൈമിൽ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, സുസ്വാഗതം. പത്മിനി തോമസിന് സ്വാഗതം. സ്വാഗതം, സുസ്വാഗതം. BJPയിലേക്ക് സ്വാഗതം. പത്മിനി തോമസിന് സ്വാഗതം. അപ്പോൾ കായിക മേഖലയിൽ ഇനി BJPയുടെ ഒരു മുന്നേറ്റമായിരിക്കും വരാൻ പോകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു കുടുംബം തന്നെ എത്തിയിരിക്കുകയാണ്. അടുത്തതായി നേരത്തെ കെ സുരേന്ദ്രൻജി പറഞ്ഞു, തിരുവനന്തപുരത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞ നിലപാടുകൾക്കെതിരെ കുറച്ചു ദിവസമായിട്ട് അദ്ദേഹം
കുറച്ച് നിർജീവമായി പ്രവർത്തിക്കണം. പക്ഷേ ഞാൻ പറയുന്നു, അങ്ങയുടെ അനുഭവ സമ്പത്തും പരിചയ സമ്പത്തും ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരനോടുള്ള പ്രവർത്തന പരിചയവും ഇത് തിരുവനന്തപുരത്തെ BJPയുടെ കുതിപ്പിലൊരു മുതൽക്കൂട്ടാകും. ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം DCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അടുത്തതായി തിരുവനന്തപുരത്തെ DCC ഏകദേശം പൊളിയുന്നതിന്റെ ഭാഗമായി DCCയുടെ മറ്റൊരു ജനറൽ സെക്രട്ടറി രണ്ട് DCC ജനറൽ സെക്രട്ടറിമാരാണ് ചേർന്നിരിക്കുന്നത്. ഉദയൻ ജയ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരിലൂടെ ആയിരിക്കും. ജയെ ഞാൻ പാർട്ടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ഷാളട്ട് അടുത്ത കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് ശോഭനാണ്. അടുത്തതായി സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയാണ്. കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയാണ്. നമ്മളോട് ചേരാൻ താല്പര്യപ്പെടുന്ന ശേഷം ജയ സുരേഷിനെയോട് അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നിരുന്നു. അവിടെ നിന്നാണ് ചർച്ച ആരംഭിച്ചത്. വർഷങ്ങളായി കടലോരത്ത് ജീവിക്കുന്ന, കടലിൽ പോകുന്ന, മത്സ്യബന്ധനം നടത്തുന്ന അവിടുത്തെ സാധാരണക്കാരുടെ വികാരങ്ങളും വിചാരങ്ങളും നേരിട്ട് അറിയാവുന്ന അദ്ദേഹമാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി കടലോര മേഖലയിൽ നിന്ന് BJPയിൽ എത്തിയിരിക്കുന്നത്. അടുത്തതായി ശ്രീ അമലദാസൻ നേതൃത്വത്തിൽ ആ പൂന്ത്ര ഭാഗത്ത് വനിതകളുടെ കൂട്ടായ്മ, ഇദ്ദേഹം പൂജപ്പുര ഭാഗത്ത് മീൻ കച്ചവടം നടത്തുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഗവൺമെന്റ് പദ്ധതികളെ കുറിച്ച് സംസാരിച്ചപ്പോൾ 45 പേരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ ചേരുവാനും തുടർന്ന് പ്രവർത്തിക്കാനും അദ്ദേഹം തീരുമാനിക്കുകയാണ്. ശ്രീ അമൽദാസൻ കൊച്ചുവേടിയിലുള്ള പ്രധാനപ്പെട്ട DYFI പ്രവർത്തകനായിട്ടുള്ള ലാറ്റിൻ കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട ശ്രീ ജിജോ ജെറോമിന്റെ നേതൃത്വത്തിൽ നിരവധി ചെറുപ്പക്കാർ അവിടെ തയ്യാറായിരിക്കുകയാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ അവരൊക്കെ തന്നെ പാർട്ടിയിലെത്താം. CPMലെ തന്നെ മറ്റൊരു പ്രവർത്തകയായിട്ടുള്ള വെട്ടുകാട് പ്രദേശത്തെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളിൽ ഒരാളായിട്ടുള്ള ഗിൽഡ ജോർജ്, നിരവധി വനിതാ കൂട്ടായ്മകളുടെ മുഖ്യ സംഘടനയായിട്ടുള്ള ശ്രീമതി ഗിൽഡ ജോർജ്. തിരുവനന്തപുരത്തെ മഹിളാ പ്രവർത്തനത്തിന് കരുത്തു കൂട്ടാൻ വേണ്ടി ശ്രീമതി ഗിൽഡ ജോർജ് ഉൾപ്പെടെ 45 വനിതകൾ BJPയുടെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇന്ന് ഗിൽഡ ജോർജ് മാത്രം ഇവിടെ വെച്ച് പാർട്ടി ചേർന്ന് ബാക്കിയുള്ളവർ വെട്ടുകാട് ഭാഗത്ത് പോയി അവിടെ വെച്ചിട്ട് പാർട്ടിയിൽ ചേരാൻ തയ്യാറായിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നടക്കും. നിരവധി ജനങ്ങൾ സ്വാധീനമുള്ള, ആയിരക്കണക്കിന് വോട്ടർമാരുടെ സ്വാധീനമുള്ള ശ്രീ ആൻഡോ മെസ്സിയ, മൂവാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ്. ഇവരൊക്കെ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിന് വേണ്ടി, അതായത് ഞാൻ വായിച്ച പേരുകാരൊക്കെ തന്നെ താരതമ്യേന BJP പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം കുറഞ്ഞ സ്ഥലത്ത് നിന്നാണ്, കടലോര മേഖലയിൽ നിന്നാണ്. ഇവരുടെയൊക്കെ തന്നെ കൂടെ 100 കണക്കിന് പ്രവർത്തകരുണ്ട്, സാധാരണ പ്രവർത്തകരുണ്ട്. ഇവരൊക്കെ ചേരാൻ തയ്യാറായിരിക്കുന്നു. അടുത്തായി ശ്രീ CM ഇബ്രഹാം. യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭാംഗമാണ്. അദ്ദേഹം പെരുമ്പാവൂർ സ്വദേശിയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നു. അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നേരത്തെ തൊട്ടു മുമ്പ് പേര് വായിച്ച എത്രയും പേർ
ന്യൂനപക്ഷ മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ചും ലാറ്റിൻ കാത്തലിക്സ് വിഭാഗത്തിൽ നിന്നും BJP എത്തിയിരിക്കുന്നവർ, ഇവരെല്ലാവരോടൊപ്പം 100 മുതൽ 500 വരെയുള്ള സഹപ്രവർത്തകരുണ്ട്. അവരൊക്കെ തന്നെ ആ മേഖലയിൽ വെച്ച് വരാൻ പോകുന്ന ദിവസങ്ങളിൽ പാർട്ടിയിൽ ചേരും. പഠിപ്പിച്ചിരിക്കുന്നു ശ്രീമതി ഷീന, CPIM-ന്റെ കഴിഞ്ഞ 3 വർഷമായി CPIM-ന്റെ തമ്പാനൂർ പ്രദേശത്തെ പ്രവർത്തകയാണ്. മഹിളാ അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. കർഷക സംഘത്തിന്റെ പ്രവർത്തകയാണ് ശ്രീമതി ഷീന. തമ്പാനൂർ പ്രദേശത്തിൽ ശ്രീ തമ്പാനൂർ സതീഷിനെ പോലെ പ്രവർത്തന പരിചയവും പാരമ്പര്യമുള്ള ശ്രീമതി ഷീന പാർട്ടിയിലെത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറാണ്. നരേന്ദ്രമോദിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് 5 പതിറ്റാണ്ടുള്ള കോൺഗ്രസ് പ്രവർത്തനത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് BJP-യിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ലീഡറുമായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ K. കരുണാകരൻ ലീഡറുമായിട്ട് ഏറ്റവും കൂടുതൽ ആത്മബന്ധം പുലർത്തിയിട്ടുള്ള തിരുവനന്തപുരത്തെ ഒരു പ്രവർത്തകരൊന്നാണ്. ഇപ്പൊ ലീഡറിന്റെ മകളായി, തമ്പാനൂർ സതീഷായി, ശ്രീമതി സുരേന്ദ്രനായി, ഏകദേശം ലീഡറിന്റെ പകുതിയിൽ കൂടുതൽ BJP-യിലായി എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അദ്ദേഹത്തെ BJP-യിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൂന്ത്ര സ്വദേശിയായ ശ്രീ രാജു, അദ്ദേഹവും മത്സ്യത്തൊഴിലാളി പ്രവർത്തകനാണ്. ശ്രീ രാജു, അദ്ദേഹം പാർട്ടിയിലേക്ക് വിജയിക്കട്ടെ, തിരുവനന്തപുരത്ത് വിജയിക്കട്ടെ. ഇനി നമ്മുടെ DCC ജനറൽ സെക്രട്ടറി ശ്രീ ഉദയകുമാറിനോടൊപ്പം പാർട്ടിയിൽ വന്നവരെ ഉദയം തന്നെ നമുക്ക് പരിചയപ്പെടുത്തും. യൂണിയന്റെ സംസ്ഥാന സ്വാഗതം സുസ്വാഗതം, നവാഗതർക്ക് സ്വാഗതം, NDA-യിലേക്ക് സ്വാഗതം, BJP-യിലേക്ക് സ്വാഗതം, സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സുസ്വാഗതം, NDA